അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹുവിൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ മഗ്‌രിബ് വാങ്കോടെ തീർച്ചയായും നമ്മൾ പരിശുദ്ധമാക്കപ്പെട്ട പോരിശയാക്കപ്പെട്ട റമളാനിൻ്റെ ആദ്യത്തെ രാവിലേക്ക് ചേരുകയാണ്. ഈ മനോഹരമായ മുഹൂർത്തത്തിൽ ഇക്കൊല്ലത്തെ 2026 പരിശുദ്ധ റമളാൻ മാസം അതിൻ്റെ മുഴുവൻ മഹത്വങ്ങളും ആരാണ് കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യ രാവിൽ ഒരു പ്രഗത്ഭമായ ദിക്റുണ്ട്, ഒരു പ്രഗത്ഭമായ അള്ളാഹുവിൻ്റെ ഇസ്മുണ്ട്. അത് മനോഹരമായി മനസ്സറിഞ്ഞ് 3 വട്ടം ചൊല്ലുന്നവർ ഇക്കൊല്ലത്തെ റമളാനിൻ്റെ പരിശുദ്ധത എല്ലാ മഹത്വവും കൊണ്ടുപോയി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഇന്നത്തെ പരിശുദ്ധമായ രാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും വലിയ ഓഫറാണ്. ഇന്നത്തെ റമളാന്റെ ആദ്യ രാവിന്റെ പവർ എന്താ? പരിശുദ്ധമായ റമളാനിന്റെ ആദ്യ രാവ് ആ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ് എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കണം. റമളാനിന്റെ ആദ്യ രാവാണ് ലൈലത്തുൽ ഖദറിന്റെ രാവ്, നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന്റെ മഹത്വം സ്വീകരിക്കണം എന്ന് പറഞ്ഞ ഉലമാക്കളുണ്ട്. അപ്പൊ ഇന്നത്തെ രാവിൽ പ്രിയപ്പെട്ടവരെ, മഗ്‌രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, ഇതൊക്കെ ജമാഅത്തായി നിസ്കരിക്കുന്ന സഹോദര സഹോദരിമാർ ഭാഗ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ മഹത്വം പോലും കൊണ്ടുപോകാൻ ഇന്നത്തെ രാത്രി പറ്റുന്നതാണ്. അതുമാത്രമല്ല, ഒരു നബിമാർക്കും ഒരു അമ്പിയാക്കൾക്കും കൊടുക്കാത്ത വലിയ നിഅമത്ത് ഇന്നത്തെ രാത്രി വരുന്നുണ്ട്. അതെന്താ? നളറല്ലാഹു ഇലൈഹിം നളറ റഹ്മ. അള്ളാഹു ഇന്നത്തെ രാവിൽ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളെ കാരുണ്യത്തോടെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. പരിശുദ്ധ റമളാനിന്റെ ആദ്യത്തെ രാവിൽ എൻ്റെ റബ്ബേ, എത്ര മഹത്വമാണ്! ആ നോട്ടം ലഭിച്ചാൽ പിന്നെ ഖബറിലും നാളെ പരലോകത്തും അള്ളാന്റെ അദാബുണ്ടാവില്ല, നരകമുണ്ടാകില്ല. ഏറ്റവും വലിയ വിജയമാണ്. അതുമാത്രമാണോ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് പ്രകാശത്താലുള്ള മനോഹരമായ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മലക്കുകൾ. ഒരു ക്ഷീണമില്ലാതെ, തളർച്ചയില്ലാതെ, ഒരു റെസ്റ്റ് കൊടുക്കാതെ ഇങ്ങനെ ഇബാദത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അള്ളാഹുവിൻ്റെ മലക്കുകൾ, ഹലീറത്തുൽ ഖുദ്സ് എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, അർശിന്റെ ഭാഗത്ത്. അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ അള്ളാഹുവിനോട് അനുവാദം ചോദിച്ച് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധ രാവാണ് റമളാന്റെ ആദ്യത്തെ രാവ്. മാത്രമല്ല, ഇന്നത്തെ തറാവീഹിന്റെ മഹത്വം എന്താണെന്നറിയോ? ഒരിക്കലും നഷ്ടപ്പെടരുത്. എത്ര രോഗിയാണെങ്കിലും, എത്ര കാല് വയ്യാത്ത ആളാണെങ്കിലും, ഇരുന്നിട്ടാണെങ്കിലും ഒരു 2 റക്അത്തെങ്കിലും മിനിമം 2 റക്അത്തെങ്കിലും അതിലൊന്ന് പങ്കാളിയാകണം. ഒറ്റയ്ക്കേ ഉള്ളൂ, മതി. പക്ഷേ ഒഴിവാക്കാൻ പാടില്ല. പരമാവധി തറാവീന്റെ എല്ലാ മഹത്വവും നേടാൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം. സഹോദര സഹോദരിമാരൊക്കെ, എന്താ മഹത്വം? കയ്യൗമ വലദത്തുഹു ഉമ്മുഹുന്ന. ഇന്ന് തറാവീഹിന്റെ 20ാമത്തെ റക്അത്ത് പൂർത്തിയാകുമ്പോഴേക്ക്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നവർ തീർച്ചയായും അത് കഴിയുമ്പോഴേക്ക് ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വന്ന ആളുടെ അതേ മഹത്വത്തിലേക്ക് കയറുകയാണ്. അതായത് ഒരു നവജാത ശിശുവിൻ്റെ അത്രയേറെ പാപശുദ്ധത ഒന്നുമില്ലാത്തവരായി, ഒറ്റ തെറ്റുമില്ലാത്തവരായി മാറാൻ പറ്റും ഇന്നത്തെ തറാവീഹിൽ. മുടങ്ങാതെ നോക്കണം. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, എല്ലാ നോമ്പിന് വേണ്ടിയിട്ടും ഒരു കോമൺ ആയിട്ടുള്ള നിയ്യത്ത് ഇന്ന് വെക്കണമെന്ന് ഉലമാ പറയുന്നുണ്ട്. അതായത് ബൈ ചാൻസ് നമ്മൾ എന്തെങ്കിലും നോമ്പിന്റെ നിയ്യത്ത് മറന്നുപോയാലോ നമുക്ക് നോമ്പ് നഷ്ടമാകൂലേ? അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി, അല്ലാഹുവേ, ഇക്കൊല്ലത്തെ റമളാനിന്റെ ഫറലായ മുഴുവൻ നോമ്പെടുക്കാനും ഞാൻ കരുതിയിരിക്കുന്നു അല്ലാ എന്ന് മനസ്സിൽ കരുതിയാൽ പ്രിയപ്പെട്ടവരെ, ബൈ ചാൻസ് മറന്നുപോയാലും നമുക്കത് കൂലി നേടാൻ പറ്റും. ഒന്ന് വെക്കണം. അതോടൊപ്പം അപ്ഡേറ്റഡായി ഓരോ ദിവസവും നിയ്യത്ത് ഫറലാണ്. നോമ്പിന് നിയ്യത്ത് വെക്കണം. നവൈതു സൗമഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹദീസനത്തില്ലാഹി തആല. നമ്മൾ വെക്കുമല്ലോ. ഈ നിയ്യത്ത് ഇന്നത്തെ രാത്രിയും നമ്മൾ മറക്കാതെ ഓർമ്മിച്ചു വെക്കണം, പരസ്പരം ഓർമ്മിപ്പിക്കണം. അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇനി 6ാമത്തെ ഒരു പോയിന്റ്, വുളൂഓട് കൂടെ നമ്മൾ പരമാവധി നോമ്പുകാരായിരിക്കെ വുളൂഓട് നമ്മൾ രാവും പകലും വുളൂ എപ്പോഴാണ് വുളൂ മുറിയുന്നത്, ടോയ്ലറ്റിൽ പോകുന്നത്, തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഒരു വുളൂ എടുക്കണം. അശുദ്ധിയുടെ പിരീഡിലല്ലാത്ത മുഴുവൻ സഹോദരിമാരും ബാക്കിയുള്ള സഹോദരന്മാരും മുഴുവനും ഫുൾ ടൈം ഉളുവിലായിരിക്കാൻ ഒന്ന് ശ്രമിച്ചു കൊടുത്താൽ, ഒരു ജോലി സ്ഥലത്തേക്ക് പോകാൻ, ഓഫീസിലേക്ക് പോകാൻ, പഠിക്കാൻ പോകാൻ, അടുക്കളയിൽ ജോലി ചെയ്യാൻ പോകാൻ, ഉളു ഉണ്ടായിക്കോട്ടെ. അപ്പോൾ ഉളുവിലായിരിക്കെ ഒരു സുന്നത്തിലാണല്ലോ എല്ലാ സമയവും, ഉളുവിലാണ്, സുന്നത്തിലാണ്. അപ്പോൾ ഒരു ഫറല് ചെയ്തുകൊണ്ടേയിരിക്കുന്ന, ഒരിക്കലും മുറിയാത്ത ഫറലിന്റെ കൂലി ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഉറങ്ങാൻ കിടക്കുമ്പോൾ, റമളാനിന്റെ രാത്രിയിൽ ഒരാൾ ഉറങ്ങാതെ നിസ്കരിച്ച് എത്ര കൂലി ഉണ്ടാകും? ചുമ്മാ ആലോചിച്ച് നോക്കി. റമളാന്റെ രാത്രി ഒന്നും ഉറങ്ങുന്നില്ല, ഫുൾ ടൈം ഇബാദത്താണ്, നിസ്കാരമാണ്. ആ കൂലി കിട്ടും റമളാന്റെ രാവുകളിൽ ഉളുവോടുകൂടെ മഹത്വമായ ആ സുന്നത്തെടുത്ത് കിടന്നുറങ്ങിയാൽ. അതിനും വല്ലാത്ത കൂലിയാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കുക.
പിന്നെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിൻ്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ മഗ്രിബ്, ഇശാ, സുബഹ്, പ്രത്യേകിച്ച് ഇശാ നിസ്കാരമൊക്കെ ജമാഅത്ത് മുടങ്ങാതെ ആണോ പെണ്ണോ ആര് ശ്രദ്ധിച്ചാലും അദ്റക ലൈലത്തുൽ ഖദർ എന്ന ലൈലത്തുൽ ഖദർ അവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇക്കൊല്ലത്തെ ലൈലത്തുൽ ഖദർ കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ഈ നിസ്കാരങ്ങൾ ജമാഅത്ത് മുടങ്ങാതെ നോക്കിയാൽ മതി. സൗഭാഗ്യം ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. ഇനി കേട്ടോളൂ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധമായ രാവിലെ നമ്മൾ പറഞ്ഞല്ലോ അല്ലാഹു റഹ്മത്തിന്റെ ഒരു നോട്ടം നോക്കുമെന്ന്. ആ സമയത്ത് റഹ്മത്ത് തേടുന്ന ചില മുഅ്മിനീങ്ങളുണ്ട്. റമളാന്റെ ആദ്യത്തെ 10 പ്രത്യേകം ചെയ്യേണ്ട ദിക്ർ എന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇത് നമ്മൾ കോമൺ ആയിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ചൊല്ലുന്ന ദിക്റാണ്. ഈ റമളാന്റെ ആദ്യത്തെ 10 ചൊല്ലേണ്ട ദിക്ർ എന്താ? അവ്വലുഹു റഹ്മത്തുൻ, റഹ്മത്തിന്റെ 10 അല്ലേ? അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇതാണ് നമ്മുടെ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക്കിന്റെ എസൻസ്. അതാണ് അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ. ഇതറിയാത്ത ആരുമില്ലല്ലോ. ഈ വാക്ക് എന്ത് വാക്കാന്നറിയോ? ഇത് വഹീന്റെ വാക്കാണ്. അല്ലാഹുമ്മ റഹംനി, അല്ലാഹു റഹ്മത്ത് ചെയ്യണം, യാ അർഹമർ റഹീമീൻ, ഏറ്റവും റഹ്മത്ത് ചെയ്യുന്ന അല്ലാഹ്. ഇത് അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഈ വാക്ക് പറയുന്നവരെ, ഈ ദിക്ർ പറയുന്നവരെ, ഈ പരിശുദ്ധ വചനം പറയുന്നവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ന മലക്കൻ മുവക്കലൻ ബിമൻ യഖൂലു യാ അർഹമർ റഹീമീൻ. അള്ളാഹുവിന് സ്പെഷ്യൽ മലക്കുണ്ട്. ഒരു മലക്കിനെ അള്ളാഹു പ്രത്യേകം ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താ മലക്കിന്റെ ഡ്യൂട്ടി? യാ അർഹമർ റഹീമീൻ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ ഒന്ന് നോക്കി എന്ന് പറഞ്ഞിട്ട് അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒമൻ ഖാലഹാ സലാസൻ, അതായത് 3 വട്ടം ഒരാൾ യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ യാ റഹ്മർ റഹീമീൻ എന്ന് പറഞ്ഞാൽ ഈ മലക്ക് വിളിച്ചു പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന അർഹമർ റഹീമീന ഖദ് അഖ്ബല അലൈക്. നീ വിളിച്ച അർഹമർ റഹീമീൻ ഇല്ലേ, അള്ളാഹു ഇല്ലേ, നിന്റെ മുന്നിൽ ഇതാ വന്ന് നിൽക്കുകയാണ്. നീ ചോദിച്ചോളുന്ന ഫസ്അൽ എന്നാണ്. ഫസ്അൽ, നിനക്ക് എന്തും ചോദിക്കാം. അപ്പോൾ ഒരു വിശ്വാസി 3 വട്ടം യാ റഹ്മർ റഹീമീൻ എന്ന് പറഞ്ഞിട്ട് പറയാണ്, അല്ലാഹുവേ ഇക്കൊല്ലത്തെ റമളാന്റെ എല്ലാ ബറക്കത്തും എനിക്ക് തരണേ അല്ലാ. എനിക്ക് ഫുൾ നോമ്പിന്റെ കൂലി വേണം റബ്ബേ, ഫുൾ റമളാനിന്റെ കൂലി വേണം അല്ലാ, എല്ലാ മഹത്വം എനിക്ക് നൽകണേ പഠിച്ചവനെ എന്നൊരാൾ ദുആ ചെയ്താൽ ഇക്കൊല്ലത്തെ റമളാൻ ആരാ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഈ ദിക്ർ 3 വട്ടം പറഞ്ഞിട്ട് ഇങ്ങനെ ദുആ ചെയ്യുന്നവരാണ്. അപ്പോൾ ഇന്ന് ഏറ്റവും പോരിശയാക്കപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട ഒരു രാവിലേക്കാണ് നമ്മൾ ചേരാൻ പോകുന്നത്. ഈ രാവിലെ ഓതേണ്ടതും ചൊല്ലേണ്ടതൊക്കെ നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. പരമാവധി പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത്, ഇനിയുള്ള അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ മുഴുവനും ഒരു സെക്കൻഡ് മിസ്സായാൽ ഒരു പക്ഷേ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ നഷ്ടമായി പോകും. ഒന്നും നഷ്ടമാകാതിരിക്കാൻ ഓർത്ത് ചെയ്യണം. റമളാന്റെ എല്ലാ രാത്രിയിലും പ്രത്യേക നിയ്യത്ത് വെച്ച് കുളിക്കൽ സുന്നത്താണ്. ഒരു സുന്നത്തിന് ഫർദിൻ്റെ കൂലിയാണ്. അപ്പോൾ നോമ്പ് തുറന്നിട്ട് എപ്പോഴെങ്കിലും തറാവീന് മുമ്പോ ശേഷമോ എപ്പോഴെങ്കിലും സുബഹിക്ക് മുമ്പായിട്ട് അല്ലാഹുവേ സുന്നത്തായ റമളാനിൻ്റെ കുളി ഞാൻ കുളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സഹോദരിമാരൊക്കെ അങ്ങനെ ചെയ്താൽ ശരീരത്തിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും പാപങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, ഫർദിൻ്റെ കൂലിയും കിട്ടും. ആ നിയ്യത്ത് വെക്കണമെന്ന് മാത്രം. പരമാവധി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇന്ന് സൂറത്തുൽ ഫത്ഹ്, സൂറത്തുൽ മുൽക്ക് മുടങ്ങാതെ ഇന്ന് ഓതുന്ന കാര്യം പ്രത്യേകം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ മുഴുവൻ ബറക്കത്ത് നമുക്ക് നൽകട്ടെ, ഖൈർ നൽകട്ടെ. നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന, കമന്റ് രേഖപ്പെടുത്തുന്ന, ദുആ ചെയ്യുന്ന ഒട്ടനവധി വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അല്ലാഹു നന്മ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ക്ലാസ് മുടങ്ങാതെ കേൾക്കണം. കമൻറ്റ് നിർബന്ധമായിട്ട് എന്തെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ പറയണം. പ്രത്യേകിച്ച് കമൻറ്റ് പറയുന്നവർക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കുന്നുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഈ ക്ലാസ് ഒന്ന് സ്പ്രെഡാകാൻ കാരണമാകും. ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കണം. പിന്നെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ വലിയ ലാഭം ഉണ്ടാകും. അള്ളാഹു സഹായിക്കട്ടെ, അള്ളാഹു വിജയിപ്പിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ റമളാനിൻ്റെ ഒരു വിജ്ഞാനത്തിൻ്റെ നുറുങ്ങുവെട്ടവുമായി ഇൻഷാ അല്ലാഹ് കണ്ടുമുട്ടാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.